അപ്പവും ബീഫ് കറിയും അതൊരു ഒന്നൊന്നര കോമ്പിനേഷൻ തന്നെയാണ്. നാളെ നമുക്ക് അപ്പം ഉണ്ടാക്കാനാണ് അല്ലേ. 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിടണം. ഇത് ഒന്ന് ഉണങ്ങിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കും അല്ലേ. തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ചെറിയുള്ളിയും ജീരകവും കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അരയാൻ പ്രയാസമായതുകൊണ്ട് ഒരു 2 സ്പൂണ് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുള്ള അരി ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്, നല്ല നൈസായിട്ട്. ഇതിന്ന് 1-2 സ്പൂണ് അരിപ്പൊടി എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കി കപ്പി കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈകൾ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാ വെള്ളത്തിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വിട്ടുപോയി. കുറച്ച് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കലക്കിയിട്ട്. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഓവർനൈറ്റ് വെക്കുക, രാവിലെ ഉണ്ടാക്കുക കേട്ടോ. രാവിലെ മാവ് പൊന്തിയതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും അമ്മച്ചി അപ്പച്ചനും എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അമ്മച്ചി ഇതേ അപ്പം ചുടുന്നുണ്ടായിരുന്നു, നല്ല ചൂടോട് കൂടി. അപ്പച്ചൻ ഇതേ അവിടെ നിന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു കേട്ടോ. നല്ല പൂ പോലുള്ള അപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ, ഇത് തന്നെയാണ്. ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല ബീഫ് കറി കൂട്ടിയിട്ടാണ് ഞാൻ അപ്പം കഴിച്ചത്. അപ്പത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും പാൽച്ചായയും ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. എനിക്ക് പിന്നെ കഷ്ണം വേണമെന്നൊന്നും നിർബന്ധമില്ല, ചാറ് മാത്രം മതി ഒരു 2-3 അപ്പമൊക്കെ കഴിക്കാൻ. ചാറിൽ മുക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ. അപ്പോൾ ബൈ.